കേരളത്തിലെ ഒരു പരമ്പരാഗത പലഹാരമായ അവൽ വിളയിച്ചതാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതും ആരോഗ്യപരമായതുമായ ഒരു ലഘുഭക്ഷണമാണിത്. അവൽ വിളയിച്ചത് തയ്യാറാക്കാൻ ആദ്യം തന്നെ ശർക്കര ഉരുക്കിയെടുക്കണം. 230 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ശർക്കര അലിയിച്ചെടുക്കണം. ശർക്കര നന്നായി ഉരുകി വരുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യാം. അതിനുശേഷം അവൽ വിളയിച്ചത് തയ്യാറാക്കാൻ പറ്റിയ ഒരു പാനോ കടായിയോ എടുത്ത് അതിലേക്ക് ഉരുക്കിയെടുത്ത ശർക്കര അരിച്ച് ഒഴിച്ചു കൊടുക്കണം. ഇനി സ്റ്റവ് ഓൺ ചെയ്ത് ശർക്കര ഒരു നൂൽ പരുവമാവുന്നതുവരെ തിളപ്പിക്കണം. കുറച്ച് ശർക്കര നീരെടുത്ത് ഇതുപോലെ നോക്കിയാൽ മതി. അപ്പോൾ നൂല് പോലെ വരണം. അതാണ് ശർക്കരയുടെ പാകം. ശർക്കര പാകമായാൽ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. ഇനി തേങ്ങയും ശർക്കരയും ഇളക്കി നല്ല പോലെ യോജിപ്പിക്കണം. ശർക്കര പാനിയിൽ കിടന്ന് തേങ്ങ വെന്ത് വരണം. എന്നാലേ അവൽ വിളയിച്ചത് കുറച്ച് ദിവസം കേടുകൂടാതെ ഇരിക്കുള്ളൂ. ഇപ്പോൾ ശർക്കരയിലെയും തേങ്ങയിലെയും വെള്ളമൊക്കെ വലിഞ്ഞു വന്നിട്ടുണ്ട്. ഒരുപാട് വറ്റിപ്പോകരുത്. അവൽ നനയാൻ പാകത്തിൽ വെള്ളം ഉണ്ടായിരിക്കണം. ഈ പാകത്തിൽ നമുക്ക് സ്റ്റൗവിൻ്റെ ഫ്ലെയിം കുറച്ച് വെച്ച് അവൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നൈസായിട്ടുള്ള മട്ട അവലാണ് എടുത്തിരിക്കുന്നത്. 3 കപ്പ് അവൽ എടുത്തിട്ടുണ്ട്. 1 കപ്പ് എന്ന് പറയുന്നത് 250 ml ആണ്. ഇനി അവലും ശർക്കരയും തേങ്ങയും നല്ല പോലെ യോജിപ്പിക്കണം. 3 കപ്പ് അവലിന് 230 ഗ്രാം ശർക്കര കറക്റ്റ് പാകമാണ്. കൂടുതൽ മധുരം വേണ്ടവർക്ക് കുറച്ചുകൂടി ശർക്കര ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 4-5 മിനിറ്റ് നേരം ചെറു തീയിൽ ഇളക്കിയതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചൂടാവുമ്പോൾ 1/4 കപ്പ് പൊട്ടുകടല ചേർത്ത് വറുത്തെടുക്കണം. അതിനുശേഷം തേങ്ങാക്കൊത്ത് ചേർത്ത് വറുത്തെടുക്കാം. തേങ്ങാക്കൊത്ത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്താണ് ചേർത്തത്. തേങ്ങാക്കൊത്ത് വറുത്തെടുത്തതിന് ശേഷം കുറച്ച് ഉണക്കമുന്തിരി നെയ്യിലേക്കിട്ട് വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പ് വേണ്ടവർക്ക് അതും ചേർത്ത് കൊടുക്കാം. അടുത്തതായി 1 ടേബിൾ സ്പൂൺ കറുത്ത എള്ള് നെയ്യിലേക്കിട്ട് വറുത്തെടുക്കണം. എള്ള് വറുക്കുമ്പോൾ കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി അവൽ വിളയിച്ചതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ വറുത്തെടുത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം അവലിലേക്ക് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യണം. ഇൻഗ്രീഡിയൻസ് എല്ലാം വറുത്തെടുത്ത നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കണം. അവൽ വിളയിച്ചത് തയ്യാറായിട്ടുണ്ട്. ഇത് 2 ആഴ്ചയുടെ അടുത്ത് പുറത്തു വച്ചാൽ കേടുകൂടാതിരിക്കും. അതിനുശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. പെട്ടെന്ന് തന്നെ ഉപയോഗിക്കാനുള്ളതാണെങ്കിൽ പഴം നെയ്യിൽ വഴറ്റി അവൽ വിളയിച്ചതിലേക്ക് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. എല്ലാവരും തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്